കോൺഗ്രസ് ദില്ലി മുൻ അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി ബിജെപിയിൽ ചേർന്നു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിന് പിന്നാലെയായിരുന്നു അരവിന്ദർ സിംഗ് ലൗലി കോൺഗ്രസ് വിട്ടത്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുന്നുണ്ട്. വിഷ്ണു, പുതിയ കാര്യമല്ല, നേരത്തെ തന്നെ വിചാരിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും അരവിന്ദർ സിംഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ ഇത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? വിനിഷ, കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ അരവിന്ദർ സിംഗ് ലൗലി ബിജെപിയിൽ ചേരുന്നത്. നേരത്തെ തന്നെ അരവിന്ദർ സിംഗ് ലൗലി പാർട്ടി അധ്യക്ഷനായിരുന്നെങ്കിലും അദ്ദേഹം പാർട്ടി വിട്ടതിന് പിന്നാലെ ബിജെപിയിൽ ചേരുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. എന്തായാലും അല്പം മുന്നെയാണ് ബിജെപി ആസ്ഥാനത്തെത്തി അരവിന്ദർ സിംഗ് ലൗലി ബിജെപി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഈ അരവിന്ദർ സിംഗ് ലൗലി നേരത്തെ പാർട്ടി വിടുന്നതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് ആം ആദ്മിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യമാണ്. അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അരവിന്ദർ സിംഗ് ലൗലി പാർട്ടി വിട്ടത്. ഏതായാലും ദില്ലിയിൽ വളരെ നാളുകളെ തന്നെ പ്രവർത്തിച്ച് വലിയ പരിചയമുള്ള അരവിന്ദർ സിംഗ് ലൗലി പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നതും വോട്ടെടുപ്പ് ദില്ലിയിൽ നടക്കാനിരിക്കെ ബിജെപിയിൽ ചേർന്ന ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തായാലും കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടുക. വിനിഷ. ശരി, വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. മുൻ ദില്ലി PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി ബിജെപിയിൽ ചേർന്നു. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിന് പിന്നാലെയാണ് അരവിന്ദർ സിംഗ് ലൗലി കോൺഗ്രസ് വിട്ടത്. ഇന്നാണ് BJP ആസ്ഥാനത്തെത്തിയ അരവിന്ദർ സിംഗ് ലൗലി BJP അംഗത്വമെടുത്തത്.